ഹലോ. അപ്പോൾ കൊന്തമാസം തുടങ്ങിയല്ലോ അല്ലേ? അപ്പോൾ കൊന്തമാസം തുടങ്ങിയപ്പോൾ നമ്മുടെ വീട്ടിലായിരുന്നു ഇന്നലെ മാതാവിനെ വെച്ചത്. ചെറിയ രീതിയിൽ നമ്മളിതാ പൂക്കളൊക്കെ വെച്ച് ചെറിയൊരു മാല ബൾബൊക്കെ സെറ്റാക്കി നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ ഒരു ചെറിയ അലങ്കാര പണിയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ മാതാവിനെ അവിടെ വെച്ചിട്ട് ഇന്നലെ പോയി. എന്നിട്ട് ഇന്ന് നമ്മുടെ വീട്ടുകാർ വന്നിട്ട് പിന്നെ ഈ യൂണിറ്റിലുള്ള എല്ലാവരും വന്ന് അവിടെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിനെയും കൊണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഇത് മോൻ നോക്കുകയാണ് കേട്ടോ, അവിടെ എന്താണ് ഇനി എടുക്കേണ്ടത്, എന്താണ് ഇവിടെ നശിപ്പിക്കേണ്ടതെന്ന് നോക്കുകയാണ്. അപ്പോൾ അവനെ ഞങ്ങൾ നോക്കുകയാണ്. ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ ഇതാ ആളുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നമ്മുടെ യൂണിറ്റിൽ അധികം വീട്ടുകാരില്ല. ഈ യൂണിറ്റിലാകെ 15 കുടുംബക്കാരാണുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 10-40 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേർച്ചയ്ക്ക് പായസമാണ് കേട്ടോ കൊടുത്തത്. ഇന്നത് വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെറിയൊരു കുഞ്ഞ് ബിസ്ക്കറ്റ് ആയാലും മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീടാണ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ പായസം പാലടയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പായസമൊക്കെ കുടിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത്രയും നേരം എല്ലാവർക്കും നല്ല വിശപ്പും ഉണ്ടല്ലോ, വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പായസമൊക്കെ കണ്ടിട്ട് റോട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടോ പായസം ചോദിക്കാനായിട്ട്. അപ്പോൾ അവർക്കും കുറച്ചൊക്കെ കൊടുത്തു. അപ്പോൾ ചേട്ടനാണ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളുടെ ഇവിടുത്തെ കൊന്തയും പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലോട്ടാണ് പോണത് മാതാവിനെ കൊണ്ടുവയ്ക്കാനായിട്ട്. അപ്പോൾ മമ്മിയാണ് ശരിക്കും എടുക്കേണ്ടത് കുടുംബനാഥ എന്ന നിലയ്ക്ക്. അപ്പോൾ മമ്മിയെ കൊണ്ട് പറ്റില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അത്രയും വെയിറ്റും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പോകും കുറച്ച് അവരെടുത്തു കേട്ടോ. അപ്പോൾ ചേട്ടനാണ് മാതാവിനെ എടുത്തത്. അങ്ങനെ മാതാവിനെ എടുത്ത് നമ്മൾ പ്രദക്ഷിണമായിട്ട് മെഴുകുതിരി കത്തിച്ച് തൊട്ടപ്പുറത്തെ വീട്ടിലോട്ട് ഇപ്പോൾ പോവുകയാണ് കേട്ടോ. പോയിട്ട് ഇനി ആ വീട്ടിലാണ് ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് നമ്മുടെ വീട്ടിലിരുന്ന പോലെ തന്നെ ഒരു ദിവസം ഫുള്ള് ഈ വീട്ടിലിരിക്കും. ഇവിടെയാണ് നാളത്തെ കൊന്ത. അപ്പോൾ അങ്ങനെ ഓരോ വീട് അങ്ങനെ പോകും. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയാണോ?